Check my walk and the talk, got me close to you. Got the shades and the cap with my uniform too. Meet അൻവിൻ ജോസ്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അൻവിൻ ജോസിന് 21 വണ്ടി ഇല്ലാന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഇത്രയും കുറെ മാസങ്ങളായിട്ട് ഈ വണ്ടി ഇവിടെ തന്നെ കിടക്കുക. അത് കഴിഞ്ഞിട്ട് BMW, ഇതാ പുള്ളിയുടെ BMW. ഇതിപ്പോ ഈ അടുത്ത സമയത്താണ്, ഇത് ഒരു മാസത്തിനകത്ത്. അതെ, നമ്മൾ അൻവിനെ കോൾ ഔട്ട് ചെയ്തത് അൻവിൻ പൈസ ഉണ്ടാക്കുന്നതിന്റെ രീതിയും അൻവിന്റെ സ്കാം അക്യൂസേഷനും മാത്രമാണ്. അൻവിൻ UK പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു സോഴ്സ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയ്ക്ക് വീസ വാഗ്ദാനം ചെയ്തിട്ട് കുട്ടികളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന പൈസ, ഈ പൈസ അൻവിന്റെ അച്ഛന്റെ അക്കൗണ്ടിലോട്ടാണ് അൻവിൻ മേടിച്ചോണ്ടിരുന്നത്. അതെങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചു? അതെങ്ങനെയെന്ന് നീ അറിയേണ്ട കാര്യമില്ല. അൻവിന്റെ കെയർ ഹോമിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അൻവിൻ പറഞ്ഞത് 21 കോടിയുടെ പ്രോഫിറ്റ് ആണ് അൻവിൻ ഉണ്ടാക്കിയെന്നുള്ളതാണ്. അത് അൻവിൻ ഒന്ന് തെളിയിച്ച് കാണിക്കുക. ഒരു കെയർ ഹോമിനെ കുറിച്ച് ആൾക്കാർക്ക് UK അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം 21 കോടി രൂപ ഒരു മൊത്തത്തിലുള്ള ടേൺ ഓവർ വന്നു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് എത്ര ആയിരിക്കും പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളത്. അതിനകത്തുനിന്ന് 30% മാത്രം പ്രോഫിറ്റ് എടുക്കുന്ന ഒരു എംപ്ലോയി മാത്രമായിരുന്നു അൻവിൻ. അത് തെളിയിക്കാമോ? ആ തെളിവായിട്ടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നീ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കള്ളവാ. ഇത്ര വൃത്തികെട്ടവനാണ് അവൻ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അൻവിൻ 18 ലക്ഷം രൂപയ്ക്കും 16 ലക്ഷം രൂപയ്ക്കും 14 ലക്ഷം രൂപയ്ക്കും ഒക്കെ കൊടുക്കുന്ന അൻവിന്റെ ഓട്ടോ സ്പാ എക്സ്പ്രസ് എന്ന് പറയുന്ന ഫ്രാഞ്ചൈസി, ആ ഫ്രാഞ്ചൈസിന്റെ പുറകിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ പൈസ കൊടുത്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. ഞാൻ പറഞ്ഞല്ലോ, ജാനുവരിയിൽ ഞാൻ കൊടുത്തു, പുള്ളി 2 ആഴ്ചയിൽ ബിൽഡ് ചെയ്തിട്ട് തരാൻ പറഞ്ഞിട്ടുള്ള വാനിക്ക് എണ്ണം കിട്ടിയിട്ടുള്ളൂ ചോദിക്കും. എന്നാ കിട്ടിയ? എനിക്ക് മാർച്ച് എന്റെ ആവുമ്പോഴാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എന്തായാലും മാർച്ച് മാസമാണ്. ഗോവിന്ദന്റെ വാക്കും പഴയ ചാക്കും ഒന്നാ, ഓന്തിന്റെ സ്വഭാവ നേരാണോടാ? സത്യ കണ്ടേട്ടാ. ഇതൊക്കെ പോട്ടെ, ഇതെല്ലാം പോട്ടെ, പക്ഷേ അൻവിൻ UK ഗവൺമെന്റിന് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഓട്ടോസ്പാ എക്സ്പ്രസിലൂടെ അൻവിൻ വാഗ്ദാനം ചെയ്യുന്നത്. അതായത് ഈ ഫ്രാഞ്ചൈസി എടുക്കുന്ന ആൾക്കാർക്ക് 2 UK വീസയും കൂടെ അൻവിൻ ഓഫർ ചെയ്യുന്നുണ്ട്. അൻവിൻ ആരാധന നന്നായിട്ടുണ്ട്. എന്റെ സെക്കൻഡ് ഹാൻഡ് BMW എടുത്ത് ഞാൻ ഒരു സ്ഥലം വരെ പോവാ. നിങ്ങൾ ആ കണ്ട അൻവിന്റെ സെക്കൻഡ് ഹാൻഡ് BMW അൻവിന്റെ അല്ല, 1.5 വർഷം മുമ്പ് അത് വേറൊരു വ്യക്തി മേടിച്ചിട്ടുള്ള സാധനമാണ്. അതിന്റെ പ്രൂഫും കാണിക്കാം. എനിക്കും തോന്നിയത്. എന്റെ ചേട്ടൻ്റെ ഉണ്ട്, അൻവിന്റെ ഏതോ കൂട്ടുകാരൻ്റെ 1.5 വർഷം മുന്നേ വാങ്ങിച്ച. 1.5 വർഷമായിട്ട് എന്റെ ചേട്ടൻ്റെ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയണം. ബിസിനസ് അക്കൗണ്ട്സ് വ്യക്തമാണെന്നും അവൻ പറഞ്ഞ ഓരോ കണക്കുകളും ശരിയാണെന്നും ഞാൻ വളരെ വ്യക്തമായി അദ്ദേഹത്തോട് പറഞ്ഞതാണ്. എന്താണ് ഇതെന്ന് വെച്ചാൽ എന്റെ അടുത്തും ഈ പറയണത് പോലെ ഒരു എൻക്വയറി ടൈപ്പാണ്. നിങ്ങൾ എന്തെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട, അങ്ങനെ കളത്തരങ്ങൾ അവിടെയും തീരുന്നില്ല. സൈലന്റ് ഇക്വിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ മറവിൽ അൻവിൻ കോഴ്സ് സെല്ല് ചെയ്ത് തുടങ്ങിയ സമയത്താണ് അൻവിനെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്തായാലും കുഴപ്പമായി. ഇനി എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിയാ മതി. സോ കമ്മിങ് ടു ദ പോയിന്റ്, അൻവിൻ നാട്ടിൽ വന്നിട്ട് കുറച്ച് ഇന്റർവ്യൂസ് നടത്തി അൻവിന്റെ ഫേക്ക് ലൈഫ് സ്റ്റൈല് ഉറപ്പിച്ച് അതിനുശേഷം കുറച്ച് ഒന്നും അറിയാത്ത കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെയും കൂടെ അയാളുടെ കൂടെ കൂട്ടിയിട്ട് കുറച്ച് ബ്രാൻഡ് ഡീലുകൾ ഒപ്പിച്ച് കഴിഞ്ഞിട്ട് അൻവിൻ ഇവിടെ നടത്താൻ കൊണ്ടുപോയിരുന്ന ഒരു സ്കാം, അത് നടക്കുന്നതിന് മുമ്പ് കോൾ ഔട്ട് ചെയ്തു. കലക്കാനുള്ള പരിപാടിയാണ്. കർത്താവേ, ഞാൻ എന്തെങ്കിലും കടുകയും ചെയ്യും. ഒരു സ്കാം നടന്നതിന് ശേഷം അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനെക്കാട്ടി നല്ലതാണെന്ന് വിചാരിക്കുന്നു അത് നടക്കുന്നതിന് മുമ്പ് തടയുന്നത്. പോയിന്റ്.